മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ PV അൻവറിന്റെ ഇടത് മുന്നണിയിലെ ഭാവി എന്താണെന്നത് നിർണായകമാണ്. അൻവറിന്റെ തുടർ നീക്കങ്ങൾക്കും ഇതോടെ പ്രസക്തി വർദ്ധിച്ചു. അൻവറിനെ സ്വാഗതം ചെയ്ത് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വന്നെങ്കിലും നിലപാട് PK കുഞ്ഞാലിക്കുട്ടി തള്ളി. ഇതോടെ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി FB പോസ്റ്റ് പിൻവലിച്ചു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളും ആക്ഷേപങ്ങളും തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ വിശദമായി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ തന്നെ PV അൻവറിന്റെ ഇടതുമുന്നണിയിലെ ഭാവി ആശങ്കയിലാകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ശേഷം വൈകുന്നേരം മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞ PV അൻവർ P ശശിയെ കടന്നാക്രമിക്കുകയും ചെയ്തു. പാർട്ടിയിലെ വലിയൊരു വിഭാഗം തനിക്ക് ഒപ്പമുണ്ടെന്നും പാർട്ടിക്ക് പലതവണ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം മാധ്യമങ്ങളോട് പറയേണ്ടി വന്നതെന്നും PV അൻവർ ആവർത്തിച്ചു. മാത്രമല്ല, താൻ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവവികാസങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ നിന്നും PV അൻവറിന് എത്രമാത്രം പിന്തുണ കിട്ടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മലപ്പുറത്തെ നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഇനി പാർട്ടി അൻവറിന്റെ കൂടെ പഴയ പോലെ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല എന്ന തരത്തിലാണ് പ്രതികരിക്കുന്നത്. പരസ്യമായി മാധ്യമങ്ങൾക്ക് പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇതാദ്യമായിട്ടല്ല UDF-ൽ നിന്ന് വന്ന ഒരു നേതാവ് ഇടതുപക്ഷത്തിന്റെ MLA ആകുന്നതും പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പുറത്തു പോകുന്നതും. മഞ്ഞളാംകുഴി അലിയൊക്കെ ഉദാഹരണം കാണിച്ച് പല നേതാക്കളും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവറിന് നിലവിലെ നിലപാടിൽ, അതായത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ പാർട്ടിയിലെ വലിയൊരു വിഭാഗം തനിക്കൊപ്പം ഉണ്ടാകും, ജനങ്ങളാണ് പാർട്ടി എന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ നിലമ്പൂർ മേഖലയിലും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ മറ്റു മണ്ഡലങ്ങളിലും ഇതിന്റെ സ്വാധീനം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ അതുവരെ അൻവറിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ പാർട്ടിയെ അനുസരിക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിന് ഉള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ മറുചേരിയിലുണ്ടായിരുന്ന UDF-ലുള്ളവർ തന്നെ അൻവറിന്റെ നിലപാട്, അൻവർ സ്വീകരിച്ച വിഷയങ്ങളോടുള്ള ഐക്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കണം, അത് UDF ഏറ്റെടുക്കുമെന്ന് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഇക്ബാൽ മുണ്ടേരി, അദ്ദേഹം അൻവറിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പിനെ കുറിച്ച് തനിക്ക് അറിയുകയില്ല എന്നും അൻവറിനെ പാർട്ടിയിലെ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും താനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി.